നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 5-ാം തീയതി തിങ്കളാഴ്ച. നക്ഷത്രം തൃക്കേട്ട. ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നു. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 8-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം ഈ രാശിക്കാർക്ക്. അതുകൊണ്ട് തന്നെ 8-ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല എന്ന് പറയാറുണ്ട്. പൊതുവെ ഒരു ഗ്രഹങ്ങൾക്കും 8-ാം രാശി അത്ര നല്ലതല്ല. സ്വാഭാവികമായും ശാരീരികമായ അവശതയാവാം ഒരു തടസ്സമായിട്ട് ഇന്ന് പല പ്രവർത്തനങ്ങൾക്കും തടസ്സമായി നിൽക്കുക. ജലജന്യമായ അസുഖം എന്നാണ് പറയുക ചന്ദ്രൻ 8-ൽ പോയി നിന്നാൽ. പ്രത്യേകിച്ചും ചന്ദ്രൻ്റെ നീചരാശി കൂടിയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനസ്സ് വിഷമിക്കാം, ശരീരത്തിന് വിഷമങ്ങളുണ്ടാകാം. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്താം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ അഷ്ടമത്തിലെ ചന്ദ്രൻ അപ്രതീക്ഷിതമായിട്ട് ധനം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ധനപരമായ കാര്യത്തിൽ വലിയ ദോഷം ഉണ്ടാവില്ല. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര അടങ്ങുന്നതാണ് ഇടവം രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. കണ്ടകശനിയും മറ്റ് ദോഷങ്ങളും ഉണ്ടെങ്കിലും 11-ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ 11-ൽ നിൽക്കുന്ന രാഹു പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും വളരെ ദീപ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ പ്രണയത്തിന് വളരെ ശക്തി പകരുന്ന ഒന്നാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ദിവസമാണിന്ന്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷ വർത്തമാനം കേൾക്കാം. സാധൂകരിക്കാൻ സാധിക്കുന്ന ചില ലക്ഷ്യങ്ങളിലേക്ക് ഇന്ന് യാത്ര പോകുന്നതായിരിക്കും. അത് വളരെ നല്ലതാണ്. സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. ഇന്ന് പൊതുവെ ഗുണകരമാണ് ഇടവം രാശിക്കാർക്ക്. മിഥുനം രാശി. മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ നക്ഷത്രങ്ങളടങ്ങുന്നതാണ് ഇടവം രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 10-ലും 11-ലുമായി യഥാക്രമം രാഹുവും വ്യാഴവും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ദോഷം മിഥുനക്കൂറിന് അല്ലെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തായാലും ചന്ദ്രൻ 6-ൽ സഞ്ചരിക്കുന്നത് ഇവരുടെ കടബാധ്യതയിൽ നിന്ന് ഇന്നത്തെ ദിവസം താൽക്കാലികമായിട്ടെങ്കിലും മോചനമുണ്ടാകുമെന്ന് പറയാം. ധനകാര്യ സ്ഥാപനങ്ങളുമായോ ബാങ്കുമായോ ബന്ധപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ കടത്തിന് ഇവർക്കിന്ന് സാധ്യത ലഭിക്കുന്നതാണ്. ഇവർക്കിന്ന് പണം ലഭിക്കുന്നതാണ് സ്ഥാപനങ്ങളിൽ നിന്നും. അതുപോലെ തന്നെ ശത്രു മിത്രമായി വരുന്ന ദിവസമാണിന്ന്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നൊരു പുതുജീവൻ വയ്ക്കുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ് മിഥുനം രാശിക്കാർക്കും ഇന്ന്. കർക്കിടകം രാശി. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കർക്കിടകം രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പക്ഷേ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങൾക്കും തടസ്സം നൽകുന്നതിനാൽ 5-ലെ ശനി അല്ലെങ്കിൽ 5-ലെ ചന്ദ്രൻ ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അത്ര നല്ലതല്ല. സ്വാഭാവികമായും സാമ്പത്തികമായിട്ട് ചെറിയ തടസ്സങ്ങളുണ്ടാകാം. പ്രവർത്തനങ്ങൾക്കും ചെറിയ മന്ദത അനുഭവപ്പെടാം. ഭാഗ്യത്തിനാണ് പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയുള്ളത്. അതുകൊണ്ട് ഭാഗ്യം കൈവിട്ടാൽ പല കാര്യങ്ങളിലും നമുക്ക് അബദ്ധമോ പരാജയമോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷമൊന്നും തന്നെ കാണുന്നില്ല. പൊതുവെ ഭാഗികമായിട്ടാണ് ഇന്നത്തെ ദിവസം ഗുണം അനുഭവപ്പെടുക കർക്കിടകം രാശിക്കാർക്ക്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും 2-ൽ സഞ്ചരിക്കുന്ന കേതുവും വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളിലും ഇവരെ ഇടപെടുത്തണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സൂക്ഷിക്കണം. മാതാവിന് ദോഷം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അത്ര ഉറപ്പ് പറയാനാവില്ല. അതുകൊണ്ട് ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ വളരെ റിസ്ക്കുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ ഇന്നത്തെ ദിവസത്തു നിന്ന് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. ജലജന്യമായോ അലർജി സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ ഉള്ള അസുഖം മാതാവിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ഗുണത്തെ കൊടുക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായി അഷ്ടമരാശിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ദോഷാനുഭവങ്ങളും പ്രതികൂല അനുഭവങ്ങളും സമ്മാനിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം അതിന് ഘടകവിരുദ്ധമായി കുറച്ച് ഉന്മേഷവും അതുപോലെ പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ഇന്നുവരെ അപ്രതീക്ഷിതമായി ബന്ധുക്കളോ അല്ലെങ്കിൽ സഹായിക്കില്ല എന്ന് വിചാരിച്ചിരുന്നവർ പോലും സഹായിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സഹകരണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നിവർക്ക് ഗുണകരമായിട്ട് വരും. തങ്ങളെക്കുറിച്ച്, അതായത് ഈ നക്ഷത്രക്കാർക്ക് അവരെക്കുറിച്ച് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണെന്ന് പൊതുവെ ഗുണകരം.
തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. രണ്ടാം ഭാവത്തിലെ സഞ്ചാരം ആചാര്യന്മാർ അത്ര ശുഭകരമായി പറയുന്നില്ല. എങ്കിലും അനുകൂലമായി നിൽക്കുന്ന വ്യാഴവും മറ്റു പല ഗ്രഹങ്ങളുടെയും സ്വാധീനം ഇവർക്കിന്ന് അനുഭവപ്പെടുന്നത് കൊണ്ട് രണ്ടിലെ ചന്ദ്രൻ വലിയ ദോഷം വരുത്തില്ല. പക്ഷേ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. വികാരാധിക്യത്താലോ അല്ലെങ്കിൽ അബദ്ധത്താലോ പിണയുന്ന ചില വാക്കുകൾ ഇന്ന് ശത്രുതയുണ്ടാക്കി വയ്ക്കാം. പ്രത്യേകിച്ചും അയൽക്കാരുമായോ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീ സാന്നിധ്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മ, സഹോദരി, മകൾ, ഭാര്യ, അതല്ലെങ്കിൽ സ്ത്രീ സുഹൃത്ത്, ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ പുരുഷ നക്ഷത്രങ്ങൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിനും മനസ്സിനും ഉന്മേഷം തോന്നുന്ന ഒരു ദിവസമാണ്. സ്വന്തം വ്യക്തിത്വത്തിൽ അവർക്ക് തന്നെ മതിപ്പ് തോന്നുന്ന ദിവസം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു പ്രതിച്ഛായ വർദ്ധിക്കും. സ്വാഭാവികമായും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കർമ്മരംഗം കൂടുതൽ ശോഭനീയമാകും. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം കാണുന്നു, പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു, യാത്ര ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്ന് കാണുന്നു. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി നല്ല രീതിയിലുള്ളൊരു സമാഗമം ഇന്നിവർക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം അനുവദിക്കുന്നതാണ്. അപ്പോൾ പ്രവർത്തന വിജയം, സാമ്പത്തിക ഗുണം, ബാക്കി കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണകരം. പൊതുവെ ഗുണകരമാണ് ഈ രാശിക്കാർക്കിന്ന്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ചിലവൽപ്പം കൂടിയിരിക്കും എന്നതൊഴിച്ചാൽ വലിയ ദോഷങ്ങളൊന്നും ഇന്ന് കാണുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് അല്പം ഗുണകരമായിരിക്കുമെന്ന് കാണുന്നു. കാരണം യാത്ര ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്താൽ അതത്ര ഗുണകരമായി എത്തും എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിൽ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ചിലവ് കാണുന്നു. പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായോ ആരോഗ്യ സംബന്ധമായോ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംബന്ധമായോ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. മാതാവിൻ്റെ രോഗത്തിനുമൊക്കെ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാമെന്ന് കാണുന്നു. അത്തരമൊരു ന്യൂനത മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 11-ലാണ്. അത് സർവാഭീഷ്ടം. 7-ലും 11-ലുമൊക്കെ വളരെ ഗുണം ചന്ദ്രൻ ചെയ്യുമെന്നാണ് ആചാര്യപക്ഷം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ നേട്ടം കാണുന്നു. ഇന്ന് തുടങ്ങുന്ന പ്രവർത്തനങ്ങളോ ഇന്ന് ആരംഭിക്കുന്ന കാര്യങ്ങളോ എല്ലാം തന്നെ ഇവർക്ക് ശുഭകരമായി വിജയത്തിലെത്തുമെന്ന് വേണം കാണാൻ. ഇന്നത്തെ ഇവരുടെ യാത്ര വളരെ ശുഭകരമായിട്ടായിരിക്കും അവസാനിക്കുക. ഏറ്റവും അടുത്ത കാരണവസ്ഥാനത്തുള്ള ബന്ധുക്കൾ, അച്ഛൻ, അതല്ലെങ്കിൽ ഗുരുതുല്യരായ വ്യക്തികൾ, ഇതെല്ലാം തന്നെ ഇവർക്കിന്ന് സഹായവും അനുഗ്രഹവും ചൊരിയുന്ന ദിവസമാണ്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വളരെ ശോഭനീയമായൊരു ദിവസം എന്ന് വേണം കരുതാൻ. തങ്ങളുടെ പ്രവൃത്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ ജോലിയിൽ അങ്ങേയറ്റം വ്യാപൃതനാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ന് തങ്ങളുടെ കർമ്മമേഖല ഇവർക്ക് ഏറ്റവും അനുഗ്രഹമായി മാറുന്ന ദിവസമാണ്. തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു മേലധികാരികൾക്ക് മുമ്പിൽ, അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ ഇടയിൽ. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ലെങ്കിലും മറ്റു ചില പ്രശ്നങ്ങൾ ഇവരെ ഇന്ന് അലട്ടാം. ഒരുപക്ഷെ സ്വന്തം ശരീരത്തിൻ്റെ അവശതയോ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിലെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ കാണുന്നത് കൊണ്ടുള്ള മനോവിഷമമോ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൃപ്തിക്കുറവോ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ സംഭവിക്കാം. പക്ഷേ മറ്റൊരു ദിവസം അത് മാറുന്നുവെന്ന് കാണുന്നു. ചെറിയ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിന് അലർജി അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ രാശിഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.